നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖില് ശ്യാമയ്ക്ക് വേണ്ടിയിട്ട് അക്കാഡമിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ. വീട്ടിൽ താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ വേണമെന്ന്. അക്കാഡമിയിലെ മാനേജർക്ക് എന്നെ അറിയാം. ഞാനും വർമ്മ ഗ്രൂപ്പും തമ്മിലുള്ള ശത്രുതയും അറിയാം. അക്കാഡമി മാനേജർ ഉടനെ തന്നെ എന്നെ വിവരവും അറിയിച്ചു. വന്ദന അക്കാഡമിയിലെ ആളും കൂടിയാ. വന്ദനയോട് നമ്മുടെ ഡിമാൻഡ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങളാണ് വന്ദന ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ഒന്ന്, ശ്യാമയെ ഒരിക്കലും ജയിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക. അവള് പൊട്ടിയ, അവൾക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്കിളെ, ആ ഫോണൊന്ന് എടുത്തു തരാവോ? ദാ കണ്ടില്ലേ, മണ്ടിയാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടില്ലേ? വണ്ടിയാണല്ലോ, പക്ഷേ മുഖത്ത് എന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ. ഓ, അവള് വലിയ ഭക്തയ. വിഷയം മാറിപ്പോണ്ട. അവളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാം. പിന്നെ അവളുടെ ഭർത്താവിനെ ഒന്ന് സ്വാധീനിക്കാം. ഭർത്താവിനെ സ്വാധീനിക്കാനോ? ഭർത്താവെന്ന് വെച്ചാ അവൾക്കും, ഭാര്യ എന്ന് വെച്ചാ അവനും ഭ്രാന്ത. അവന്റെ പേര് അഖിൽ. ദാ. ഇതാണ് മുതല്. ഇത് അഖിലല്ലേ? അറിയാമോ അഖിലിനെ? കൊള്ളാം, അറിയാമോല്ലോ. കോളേജിൽ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. ഞങ്ങൾക്ക് അഖിലെന്ന് വെച്ചാലേ ഒരുതരം ഭ്രാന്തായിരുന്നു. ആഹാ, ഐശ്വര്യേ, ഇതിലും കൃത്യമായിട്ട് നമ്മൾ ഇനി ആരെ സെലക്ട് ചെയ്യാനാ? കാര്യങ്ങൾ എളുപ്പമായില്ലേ? സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോടാ നന്ദി പറയേണ്ടത്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരുക്കി തന്നതിന്. പഠിക്കുമ്പോഴേ അഖിലിനോട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അന്ന് ആഗ്രഹിച്ചത് ഇന്നിത് നടക്കാൻ പോവുക. എന്തായാലും അഖിലിനെ ഞാൻ അവിടെ വെച്ച് തിരിച്ചറിയുന്നത് പോലെ കാണിക്കൂ. അതുപോലെ തന്നെ. ഇനി ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമാണ്. ജഗൻ സാർ. എന്താ വന്ദന? ജഗൻ സാറിന്റെ എതിരാളിയായ വർമ്മയുടെ കമ്പനിയുടെ ഭാവി ചെയർപേഴ്സണാ ഈ നിൽക്കുന്നത്. ഐശ്വര്യ മത്സരത്തിൽ വിജയിപ്പിച്ചിട്ടേ ഞാനിനി മടങ്ങും. ഞാൻ പറഞ്ഞ അഡ്വാൻസ്. സമ്മതിച്ചിരിക്കുന്നു മോളെ, സമ്മതിച്ചിരിക്കുന്നു. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം നീ വന്ന് കയറിയല്ലോ. അങ്ങനെ ആർക്കും സംശയം തോന്നില്ലല്ലോ. കാരണം സംഭവം പ്ലാൻ ചെയ്തതും അവതരിപ്പിച്ചതും ഏറ്റവും മികച്ച കേന്ദ്രങ്ങളല്ലേ, ഐശ്വരി, ജഗന്നാഥൻ. എന്തായാലും ഇതുവരെ കൃത്യമായി കാര്യങ്ങൾ നടന്നില്ലേ? ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. വന്ദന, എന്റെ ഓഫർ അറിയാലോ. പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച വലിയൊരു തുകയാ എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റും വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകൂ. പിന്നെ ഈ വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളെയും കൃത്യമായിട്ട് പഠിച്ചോണം. നിന്റെ സ്റ്റുഡന്റാ ഈ വീട്ടിലെ ഹീറോയിൻ. ഞാൻ വില്ലെത്തി എന്ന് വെച്ചാ ശ്യാമ ഈ വീട്ടുകാർക്ക് മാലാഖക്കുട്ടിയാണെന്ന്. എന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കുന്നതേ അരുണിന്റെ അമ്മ. പക്ഷെ അവരുടെ സ്വഭാവത്തിന് ഒരാട്ടമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ശ്യാമ മാഹാത്മ്യം പറയുന്നത് കേൾക്കാം. ഐശ്വര്യ പേടിക്കാതെ, നായിക പെട്ടിയും കിടക്കെ എടുത്തോണ്ട് ഈ വീട് വിട്ട് പോകുന്ന സീനിലേക്ക് ഞാൻ എത്തിച്ചാ പോരെ. സമാധാനപ്പെട്. ജഗനങ്ങൾ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തിട്ട്. നമ്മൾ തമ്മിൽ കരാറൊന്നുമില്ലല്ലോ. കരാറ് കാണിച്ചാലേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും പറയാൻ പറ്റുന്നോ?
ഞാൻ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു അംഗം. എന്നോടാളാവാൻ വരണ്ട. എന്താ എന്താ ടീച്ചറെ? ഒന്നുമില്ല, ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പഠിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, മറ്റുള്ളവർക്ക് ശല്യമാകാതെ പഠിപ്പിക്കണമെന്ന്. ഒച്ചത്തി പഠിപ്പിച്ചാലേ ഇയാൾ ഇടപെടുമെന്ന്. ഇടപെടും. ഇടപെടുമെന്ന് വെച്ചാൽ ഇടപെട്ടിരിക്കും. ലോകത്തൊരിടത്തും ഇല്ലാത്തതുപോലെ ടീച്ചറെ വീട്ടിൽ താമസിപ്പിച്ച് ഹോം ട്യൂഷൻ. ജന്മനാ ബുദ്ധിയില്ലാത്തവന് ഇനി എത്ര ട്യൂഷൻ എടുത്താലും ജയിക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് നിന്നേ. എന്റെ ഈ സ്റ്റുഡന്റിനെ കൊണ്ട് തന്നെ മത്സരിപ്പിച്ച് തോപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് വന്ദനയെന്നല്ല. അങ്ങനെയാണെങ്കിലേ പുതിയൊരു പേര് ഇപ്പോഴേ കണ്ടുവച്ചോ. ഇവളെ തോൽക്കും, ഞാൻ തോൽപ്പിക്കും. ഐശ്വര്യടുത്തി, എന്തോ? പ്ലീസ് ശ്യാമ, ഞാൻ ഇന്ന് സന്തോഷത്തോടൊരു കാര്യം ആരംഭിക്കുക. അതിനിടയിൽ വിഷമം ഉണ്ടാക്കരുത്. അയ്യോ, ഞാനൊരു വിഷമം ഉണ്ടാക്കുന്നില്ലേ. ആ, ഞാനിതാ പോവാ. ആ, കുട്ടി കുട്ടി പഠിച്ചോളൂ. പഠിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോളും. അങ്ങനെ ഒരിടത്ത് എത്തുമ്പോ ഈ പാവത്തിനെ മറക്കരുത്. ഐശ്വര്യ, ശ്യാമ വന്നേ. ഐശ്വര്യയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ശ്യാമയുടെ കഴിവുകൾ എന്താണെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ശിഷ്യരാ. എന്റെ ഏറ്റവും മികച്ച ശിഷ്യയാകും ഞാൻ ശ്യാമയെ. ഇന്ന് ശ്യാമയെ കളിയാക്കിയവര് നാളെ ശ്യാമയെ കൈയെടുത്ത് തൊഴും. ഓ, കുറിച്ചിട്ടോ താൻ. ടീച്ചർ എന്റെ അഭിമാനം രക്ഷിച്ചു. എന്നൊരു വലിയ ആളാക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോ എന്തോ ഒരു രോമാഞ്ചം വരുന്ന പോലെ തോന്നി എനിക്ക്. എന്റെ ഒരു സ്റ്റുഡന്റിനെ ആരുടെ മുന്നിലും കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ തകർക്കും ശ്യാമേ, നമ്മൾ പൊളിക്കും. എന്റെ സന്തോഷം എത്രയാണെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ പോലും ഇല്ല. പിന്നെ ഐശ്വര്യടുത്ത ടീച്ചറോട് മോശമായിട്ട് സംസാരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏയ്, ഇറ്റ്സ് ഓക്കെ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഒന്ന് തട്ടടോ. ശ്യാമയെ വന്ദന കൈകാര്യം ചെയ്തോളും. അഖിലിനുള്ളത് വഴിയിൽ ജഗന്നാഥൻ അങ്കിളും കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.